ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കണ്ടെയ്നർ ടെർമിനൽ, നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. നമുക്ക് ഇടതുവശത്തേക്ക് പോയി നോക്കാം. കുറച്ച് വണ്ടികളും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇത് ഗ്രാമപ്രദേശം. ഒരുപക്ഷെ സിംഗപ്പൂരൊക്കെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അവിടുത്തെ തുറമുഖം വന്നതിന് ശേഷമല്ലേ സിംഗപ്പൂരായത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. വല്ലാർപാടം വന്നതിന് ശേഷം ദുബായ് പോലെ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലമൊക്കെ അങ്ങനെ ആയെന്ന് അറിയാം. എവിടം വരെ പോകുന്നറിയാം. ഇവിടെയൊക്കെ ഇനി ഭാവിയിൽ എങ്ങനെ വികസിക്കുന്നു അറിയാം. മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും, ഇപ്പോൾ പുതിയതായിട്ട് വന്നില്ല. അങ്ങനെയുള്ള സ്ഥലം നമുക്കൊന്ന് കവർ ചെയ്ത് പോവാം. വല്ലാർപാടം ജംഗ്ഷനുണ്ട്. വല്ലാർപാടം എന്നാണ് നമ്മുടെ വല്ലാർപാടം പള്ളി നേരെ കാണാം. അതിൻ്റെ 2 ഗോപുരങ്ങൾ. ശരിക്കും ഇതൊരു വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയൊക്കെ കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറവശം ഇങ്ങനെ ഇരിക്കണല്ലേ, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ചെറിയ തോതിലൊക്കെ കടമുറികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വികസനങ്ങളും കാര്യങ്ങളൊക്കെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങൾ പോലെയൊക്കെ തന്നെയാണ് എൻ്റെ അകത്തൊക്കെ. ഇത് വല്ലാർപാടം കേട്ടോ. നമ്മുടെ എറണാകുളം നഗരത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു സ്ഥലം. ഇത് ഭാവിയിൽ എന്താവുമെന്ന് നമുക്കറിയില്ല. കണ്ടെയ്നർ ടെർമിനൽ വന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഗ്രാമപ്രദേശമാണ്. ഇനി ഞായറാഴ്ചകളിൽ അധികം തിരക്കില്ല. എവിടം വരെ പോകുന്നറിയില്ല, നോക്കാം. ഇവിടെ മുളവാടി എന്ന് കയറുമെന്നറിയില്ല. മുളവാടി വരുമോ? മുളവാട് അപ്പുറമല്ലേ? മുളവാടല്ല. അവിടെ ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. കുട്ടികൾ ഫുട്ബോളും കളിക്കുന്നുണ്ടാവാം. നല്ല വലിയൊരു ഗ്രൗണ്ട് അല്ലേ? കുട്ടികൾക്ക് നല്ല വിശാലമായിട്ട് കളിക്കാൻ പറ്റിയ സ്ഥലം. വഴിയില്ലാത്തതുകൊണ്ട് നമ്മളൊരു കണക്കിന് പോയാണ്. അപ്പം അപ്പുറത്തേക്കൊക്കെ വെള്ളമുണ്ട്. പിള്ളേരിവിടെ കളിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ മണ്ണടിച്ചൊക്കെ ഏതോ സ്വകാര്യ വ്യക്തികളുടെയാണെന്ന് തോന്നുന്ന സ്ഥലം. ഭാവിയിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഈ വന്ന് പോകുന്ന വഴിയിൽ ഇപ്പോൾ ഒന്നുമില്ല. ഭാവിയിൽ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ വരാം. അവിടെ വേലി കെട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് കയറാതിരിക്കാൻ. ഭാര്യ സ്ഥലമാണ്, ഏക്കറങ്ങി സ്ഥലമുണ്ട്. വലിയ അപ്പാർട്ട്മെൻറ്റുകളോ നഗരത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലം വേണ്ടേ? അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇപ്പോഴല്ല, ഒരു 20, 25, 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനും ഇവിടെ നമ്മുടെ വല്ലാർപാടം പള്ളിയുടെ പുറയിലേക്ക് എത്തിയിട്ടുണ്ട്. മണിമോഹൻസിലാണ്. ഹോട്ടൽ പഴയ കാലത്ത് ഹോട്ടൽ പേരില്ല. ഹോട്ടൽ പള്ളിയുടെ നേരെ പറയില്ല. ഇവിടെയും കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കണ്ടേ. പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നോക്കാം.
ഇവിടെയും ഗ്രൗണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം പള്ളിയുടെ ഏതാണെന്ന് അറിയില്ല, സ്ഥലമാണെന്ന് അറിയില്ല. ഇവിടെ റൈറ്റിലേക്കൊരു വഴിയുണ്ട്, ഇന്ന് കയറി നോക്കാം. ഇവിടെ ഒരു വിൻറ്റേജ് ഹോമൊക്കെ ഉണ്ട് ഇടതുവശത്ത്. പഴയ കാലത്ത് ഉണ്ടോ അത്, പുതുക്കാണ്, എന്തോ ഇതാക്കാനുള്ളതാണ്. ഓ പാട്ട് ക്ലാരിറ്റി ഇല്ലാതെ പാട്ട്. നമ്മളിപ്പോൾ സ്വകാര്യ അവിടെ ഇരിക്കാൻ വഴിയില്ല, അത് ടൈലിട്ടുണ്ട്, അപ്പോൾ ഗവൺമെൻറ് ആയിരിക്കും. ഇവിടെ ഫിഷ് ഫാമിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ റൈറ്റിൽ. നമുക്ക് അങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ കയറേണ്ടി വരും. അവിടെ ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട് ആ ഭാഗത്തായിട്ട്, ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഇത് ശരിക്കും ഫിഷ് ഫാമിംഗ് ആണ്. അവിടെ കുറേ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്. തമിഴ് കുർബാനാണ് പാട്ട് പള്ളിയിൽ നിന്നുള്ള പണി. ഞായറാഴ്ചയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. പട്ടിക്കുട്ടനെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒക്കെ വേസ്റ്റും മറ്റു കാര്യങ്ങളും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മല്ലാർപാടം നീർത്തടം ബണ്ട്. ഓ ഇതാണ് മല്ലാർപാടം നീർത്തടം ബണ്ടാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല, അവിടെയൊക്കെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നത്. അവിടെ നിന്നൊരു ഷെഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോവാം, ഇപ്പം നോക്കാമല്ലേ. പറയുകയാണെങ്കിൽ തിരിച്ചു പറയാം. അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല. ഇവിടെയൊക്കെ പാമ്പുകളുണ്ടാവും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓ ഇവിടെയൊക്കെ നീർത്തടം കണ്ടാണ്. മലയാർപാടത്തിൻ്റെ ഉൾഭാഗങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. എന്താ രണ്ട് സൈഡും പുല്ല് കയറി കിടക്കുക. അത് തെളിഞ്ഞ വെള്ളമാണ് അത്യാവശ്യം. നമ്മൾ കാല് വയ്ക്കുന്നത് നേരെ തോട്ടിലോട്ടാണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിന് വേണ്ടി വീശാൽ മതി. കൊള്ളാമല്ലേ? ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടേനൽ റോഡിൻ്റെ മറുവശം ഉണ്ടോ ഉണ്ടോ, ഇത് ഭംഗിയാണല്ലേ. നീർത്തടമാണേ. ഇപ്പുറത്ത് ഷിപ്പ് വരുന്ന വെച്ച കേൾക്കാം. കണ്ടോ, അപ്പോൾ ഇതൊന്നും അധികം ആൾ വരാത്ത പ്രദേശങ്ങളാണ് കേട്ടോ. അവിടെ കുറച്ച് വീടുകളുണ്ട്, കാര്യങ്ങളുണ്ട്, എന്നാലും അധികം ആളുകളൊന്നും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നല്ല വലിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതെവിടെ വഴിയുണ്ടോയെന്നറിയില്ല, അങ്ങോട്ടായിരിക്കും വഴി. ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമ്മൾ വരുന്നു. ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ വരാത്തതുകൊണ്ട് അധികം വേസ്റ്റ് ഒന്നും കാണുന്നില്ല, എന്നാലും ഉണ്ട് വേസ്റ്റ്. അത് നല്ല രസമുണ്ടല്ലേ ഈ ഒരു ഏരിയ. നോക്കി, അങ്ങോട്ടൊരു തോടും, നല്ല ടൂറിസത്തിന് പറ്റിയൊരു ഏരിയ ആണത് ശരിക്കും. ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക്, പക്ഷേ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. കംപ്ലീറ്റ് ആളുകളും വേസ്റ്റ് വാരിയിടും. അവിടെ ആരും അങ്ങനെ അടുപ്പിക്കില്ല, അതിൻ്റെ വ്യത്യാസം. ഇവിടെയൊക്കെ ഒരു ചെറിയ നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് കൂടുതലും കണ്ടലാണോന്നറിയില്ല, കണ്ടൽ ചെടികളാണ് കൂടുതലെന്ന് ഓണേ കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. നിറയെ പച്ചപ്പുണ്ടോ, പച്ചപ്പും ആ ഒരു വെള്ളവും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. രസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ പുറത്തിനിപ്പോൾ നിശബ്ദമായി.
ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ലേ, നിശബ്ദമായ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തുനിന്നാരോ വരുന്നുണ്ട് പുറകിൽ നിന്ന്. ഇങ്ങോട്ട് വന്നതിന് അവന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. നമ്മൾ തിരിച്ചു പോകുന്നു, ഇത്രേ ഉള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടോ, തീരെ കച്ചറയോ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. മീൻ വളർത്താൻ പറ്റിയ നല്ല തെളിഞ്ഞ വെള്ളമാണേ, നല്ല ബെറ്റർ വെള്ളമാണ്. ഓക്കെ, അവിടെ പരുന്തൊക്കെ വന്ന് കൊത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ എന്തോ ഇട്ടിട്ടുണ്ട് അവർ. പരുന്ത് അറിയണോ വെച്ചാൽ. അപ്പോൾ ഓക്കെ, അവിടെ നിന്ന് ആരോ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടെയ്നർ റോഡിൻ്റെ ഉൾഭാഗം. ഇതിന് അപ്പുറത്തേക്ക് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ റോഡാണ്, കണ്ടെയ്നർ റോഡ്. ആ ഭാഗത്ത് ടെർമിനലുണ്ട്. പക്ഷേ ഈ തോട് നല്ല വൃത്തിയാണ്, അതിൽ നല്ല ക്ലീൻ വെള്ളമുണ്ട്. ഒരു പണ്ടൊക്കെ കണ്ടിരുന്ന വെള്ളത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു രസമുണ്ട് കാണുന്നത്. നമുക്ക് ആ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ കാണുന്ന പോലെ കറുത്ത് കരിമേൽ എന്താ പറയുക, കലങ്ങിയ വെള്ളമൊന്നുമല്ല, നല്ല ക്ലിയർ വെള്ളമാണ്. പുള്ളി അവിടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ പഴയ വീടുകളൊന്നുമില്ല. ഇങ്ങോട്ട് വന്നതിന് പുള്ളി പറയുന്നില്ല, നമ്മൾ തിരിച്ചു പോകും. ഒരു വനത്തിൻ്റെ ഒരു ലൈനാണ് ഇവിടെ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? വല്ലാർപാടം. ഓക്കെ, വല്ലാർപാടം സ്ഥലം തന്നെ ഉണ്ടത്, വല്ലാർപാടമാണ്. ഇങ്ങനെ കൊള്ളാം, നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയാണ് മുന്നോട്ട് പോകാം. അപ്പോൾ പുള്ളി അവിടെ നിന്നാണ് വന്നത്. കുറച്ചും കൂടി മുന്നോട്ട് പോകാം. പിന്നെ ഈ സൈഡ് കൂടി പോകാൻ പറ്റുമെന്നറിയില്ല, ആ സൈഡിലെ കൂടി വഴി ഉണ്ടോയെന്നറിയില്ല. വഴി ഉണ്ടാവേണ്ടതാണ്, കാരണം അവിടെയൊക്കെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞിട്ടും വല്ലാർപാടം നീർത്തട പദ്ധതി എന്നോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളതാണ് ഈ റോഡുകളൊക്കെ. കൊള്ളാം, ഇങ്ങനെ ഒരു വരമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ഇവിടെയാണ് വന്നിരിക്കേണ്ടല്ലേ, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കണം നമ്മൾ. ശാന്തസുന്ദരമായ സ്ഥലമാണ്, നല്ല തണുപ്പ്. വെള്ളം കൊണ്ടേ ചൂടധികമില്ല ഇവിടെ. ചൂട് നമുക്ക് വിഷയമല്ല, എന്നാലും പറയാണ്. അതൊക്കെ ചെമ്മീൻ കൃഷിയാണെന്ന് തോന്നുന്നത്, ചെമ്മീൻ കിട്ട് എന്നൊക്കെ, അല്ലെങ്കിൽ ഫിഷായിരിക്കാം. അവിടെ ഇത് വെച്ചിട്ടുണ്ട്, ഒരു വെള്ളം വരാനായിട്ടുള്ള സംഗതികളും കാര്യങ്ങളും. പിന്നെ ഇതും ഇപ്പം ഈ നിൽക്കുന്ന പാലവും അങ്ങനെയൊക്കെ തന്നെ. പാലം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഒരു കല്ലിങ്ക്. നമ്മുടെ ബൈക്ക് കൂടി ഇരിപ്പുണ്ട്. അതിന് നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, സൈക്കിളിന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ആൾ നടന്ന വഴിയുണ്ട് ഇവിടെ, നടന്നു പോകുന്ന വഴി ഇവിടെ കാണാം. നമ്മൾ പോകുന്നത് തെറ്റായ വഴി കൂടിയാണോ എന്നറിയില്ല. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് ആ വഴി കൂടി അധികം പാമ്പൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. നമ്മൾ ആ വഴി തന്നെ വരേണ്ടത്, ശരിയാ. എന്നാലേ നേരെ പോകാൻ പറ്റുള്ളൂ. മറ്റേത് വേറെ ഏതോ വഴി വരണം. പുല്ല് കയറിയിട്ടേ ശരിക്കും ഇത് തൊഴിലുറപ്പ് പദ്ധതിക്കാർ ക്ലീനാക്കിയിട്ടുള്ള സ്ഥലമാണ്. പ്രാവശ്യത്തെ ക്ലീനിങ് നടന്നിട്ടില്ല എന്ന് തോന്നേ. ചേട്ടൻ നടന്നു പോയതുകൊണ്ട് പിന്നെ പാമ്പൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നമ്മളൊന്ന് സൈക്കിളിലാണ് പോകണം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചെടിയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ നോക്കിയാൽ കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. നമ്മളധികം സംസാരിക്കാതെ പോകാം അല്ലേ.
കണ്ടൽക്കാടാണ് കേട്ടോ, വല്ലാർപാടം. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വൃത്തികേടായി കേട്ടോ വെള്ളം. ബാറിന് എവിടെയോ വേസ്റ്റ് ഒഴുക്കി വെള്ളമെന്ന് തോന്നുന്നു. നമ്മൾ ചെന്ന് കയറുന്നത് ഏതോ ഒരു റോട്ടിലേക്കാണ്, ചെറുകിട റോട്ടിലേക്ക്. നമുക്ക് അതിൽ ഇറങ്ങാം. ഇവിടെ വന്നപ്പോഴേക്ക് ഇച്ചിരി വേസ്റ്റ് വെള്ളം ആയിട്ടുണ്ട്, ചെളിയുമായിട്ടുണ്ട്. ഇതൊക്കെ ചെളിയാണ്. കാടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മനുഷ്യരുള്ള സ്ഥലമാകുമ്പോൾ വേസ്റ്റ് എങ്ങനത്തെ വേസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. നമ്മളിപ്പോൾ ഏത് വഴിയാണ് വന്നതെന്ന് ഒരു പിടി പോലും ഇല്ല. നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ ഒരു പാലം കാണുന്നുണ്ട്, ഏത് വഴിയാണെന്നറിയില്ല. അതിന് ഇതിനകത്തേക്കൂടി കുറച്ച് പേര് അവിടെ ആരൊക്കെ ഉണ്ട്, ഡോഗുണ്ട്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം പോകാൻ പറ്റുമെന്നറിയില്ല. ഇങ്ങനെയൊക്കെ അകത്തേക്കുള്ള വീടുകളാണ്. ഒറ്റ മട്ടം കിടപ്പുണ്ടല്ലോ, അങ്ങനെ പോകാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് അടിച്ചു തുടങ്ങി. പൊക്കോ 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 പൊക്കോ. അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നായി. ഞാൻ തിരിച്ചു നോക്കാം. കിട്ടൂടാ, നീ മേടിക്കും, അടി മേടിക്കും. നല്ല കാടാണ്, അത്യാവശ്യം കാടാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇതൊക്കെ കണ്ടൽക്കാടാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് സമ്മതിക്കില്ല അങ്ങോട്ട് പോകാനായിട്ട്. ഓക്കെ, എന്നാൽ തിരിച്ചു പോകാം നമുക്ക്. അത് പോകണ്ടെന്ന് അവൻ പറയണേ. പോണില്ല 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 കേട്ടാ. അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് അത് സമ്മതിക്കില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ അവൻ ചെയ്യില്ലെങ്കിലും അവൻ താല്പര്യമില്ല നമ്മളവിടെ പോകണതിന്. അപ്പം ഞങ്ങളേലും പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം. അത് നല്ല ഉൾപ്രദേശമാണ്. ഇവിടെ വട്ടം കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഉൾപ്രദേശമുണ്ട്, പാമ്പുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആളുകൾ ഡോഗിനെ വളർത്തും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടലാണ് ഈ ഭാഗത്ത്. എന്താ കണ്ടലായതുകൊണ്ട് നമുക്ക് ഈ വഴി പോകാൻ പറ്റുമെന്നറിയില്ല, പോയി നോക്കാം എന്ന് മാത്രം. ഇതൊക്കെ റാണത്തിന് തൊട്ടടുത്ത പ്രദേശങ്ങളുണ്ടത്, തൊട്ട് ചേർന്നുള്ള പ്രദേശങ്ങൾ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല, അവിടം വരെ ഉള്ളൂ എന്നറിയില്ല. പഴയൊരു വീട്, പഴയ വീടാണ്. അതിവിടെ നിന്ന് എത്രത്തോളം ദൂരം ഉണ്ടെന്നറിയില്ല. അതിന് പോവാം. ഇത് വല്ലാർപാടത്തിൻ്റെ മറ്റൊരു ഭാഗം, ഭാവിയിലെ സിംഗപ്പൂരാവേണ്ട സ്ഥലമാണ് ഇത് ശരിക്കും. കാരണം എൻ്റെ തൊട്ടടുത്ത് ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. തൊട്ടപ്പുറത്ത് ഇവിടെയൊക്കെ വിൻറ്റേജ് ഹോമുകളാണ് ഇപ്പോഴും കാണുന്നതൊക്കെ. വിൻറ്റേജ് ഹോമാണ്, പൊട്ടി പൊളിഞ്ഞു തുടങ്ങി, എന്നാലും വിൻറ്റേജ് ആണത്. എന്താ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളേ. ഇവിടം വരെയുള്ളൂ. പിന്നെ അതങ്ങോട്ട് സ്വകാര്യ വ്യക്തികളുടെ ഏരിയയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അപ്പം അതൊരു വിൻറ്റേജ് ഹോമാണ്. അപ്പം തിരിച്ചു പോവാം. ഓക്കെ, ഇതൊക്കെ കണ്ടലുണ്ടോ? കണ്ടലെന്ന് പറഞ്ഞാൽ തനി കണ്ടൽ, കണ്ടൽക്കാട്. എന്താ കണ്ടലങ്ങ് പിടിച്ചൊക്കെയാണ്. ഇവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ളത് അതിലും വലിയ സംഗതി അല്ലേ. പക്ഷെ നിശബ്ദമാണ്. തൊട്ടടുത്താണ്, എറണാകുളം സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ തിരിച്ചു പോകണേ. പച്ചപ്പായതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാതെ എടുക്കുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക, നല്ല പച്ചപ്പും തനി കാട് പോലെ തന്നെ അല്ലേ. എനിക്ക് അല്ലേ കാട് പോലെ ഇരിക്കും, തനി കാട്, വനപ്രദേശം. ഇവിടെയൊക്കെ വിൻറ്റേജ് ഹോമാണല്ലോ കേട്ടോ. ആൾക്കൂടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ തോട് പോകുന്നുണ്ട്, അത് ഒഴുക്കില്ലെങ്കിൽ നശിച്ച്, അതാണ് അതിൻ്റെ പ്രശ്നം. ഒഴുക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒഴുക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ വഴി. പിന്നെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയേ.
ഇവിടെയൊക്കെ ഒരു വിൻറ്റേജ് ഹോമുണ്ട്. ആ വഴിയൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന വഴികളാണ്. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് കൊണ്ടുവരും. അങ്ങോട്ട് പോയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവൻ വിടണില്ല. പട്ടിക്കുട്ടൻ നമ്മളെ വിടുന്നില്ല, അതുകൊണ്ടാണ് പോകാൻ പറ്റില്ല. പിന്നെ കടി കൊണ്ടിട്ട് പിന്നെ അവസാനം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വകുപ്പില്ല. അപ്പം ഓക്കെ, നമ്മൾ വീണ്ടും ചിലക്കുണ്ട് കവർ ചെയ്യണേ.